Welcome back to Civil Simplified. ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ഫൈനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫൗണ്ടേഷൻ, ഡിഫൈൻ അഫ്ലെക്സ്, എക്കണോമിക് സ്പാൻ ആൻഡ് വാട്ടർവേ. Moving on to the next question, what are all the classifications of foundations? ഫൗണ്ടേഷൻ നമ്മൾ മറ്റു വിഷയങ്ങളിൽ ഡീപ്പായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്ര ഡെപ്തിൽ നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഏതൊക്കെ ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ ബ്രിഡ്ജിൻ്റെ കേസിൽ 3 തരത്തിൽ ഫൗണ്ടേഷൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷാലോ ഫൗണ്ടേഷൻസ് ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻസ് യൂസ്ഡ് ഇൻ ഡ്രൈ ബെഡ് ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ യൂസ്ഡ് അണ്ടർ വാട്ടർ. ഷാലോ ഫൗണ്ടേഷൻസിൽ സാധാരണ നമ്മൾ കാണുന്ന ഓർഡിനറി ഫൂട്ടിങ്സും റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻസും ക്രില്ലേജ് ഫൗണ്ടേഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ഫൗണ്ടേഷൻ ഓൺ ഡ്രൈ ബെഡ്, വെള്ളമില്ലാത്ത പ്രതലത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ഡീപ്പ് ഫൗണ്ടേഷൻസ് വുഡൻ പൈൽസ്, RCC ഓർ പ്രീ കാസ്റ്റ് ഓർ കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ്, കാസ്റ്റ് അയൺ പൈൽസ് ആൻഡ് സ്റ്റീൽ പൈൽസ്. ഈ 4 തരത്തിലുള്ള ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ് ഡ്രൈ സർഫേസ് കിട്ടുകയാണെങ്കിൽ, ഡ്രൈ ബെഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുക. ഇനി വാട്ടറുള്ള ഒരു സർഫേസിലാണെങ്കിൽ ആ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡീപ്പ് ഫൗണ്ടേഷൻസ് ബോക്സ് കേസൺസ്, വെൽ ഫൗണ്ടേഷൻസ് ഓർ ന്യൂമാറ്റിക് കേസൺസ് ആണ്. അപ്പോൾ ഈ 3 വലിയ വോളിയം കൂടിയ ഫൗണ്ടേഷൻസ് ആണ് ഈ ഡീപ്പ് ഫൗണ്ടേഷൻസ് ലേഡ് അണ്ടർ വാട്ടർ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മൾ മറ്റു വിഷയങ്ങളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത്ര ഡീപ്പായിട്ട് അറിയേണ്ട. ജസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻസ് അവരുടെ പേരുകളും ഓർത്തു വെച്ചാൽ മാത്രം മതി. ഡിഫൈൻ അഫ്ലെക്സ്. നോർമലി ഒരു പുഴയ്ക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അതിനൊരു കോമൺ വാട്ടർ ഡെപ്ത് ഉണ്ടാവും, ഒരു നോർമൽ വാട്ടർ ഡെപ്ത്, വെള്ളത്തിൻ്റെ ഒരു ആഴം. അതിന് കുറുകെ നമ്മൾ എന്ത് തടസ്സങ്ങൾ വെച്ചാലും ആ വെള്ളത്തിന് ഇച്ചിരി ഉയർച്ച ഉണ്ടാവും. ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രിഡ്ജ് പുഴയ്ക്ക് കുറുകെ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കാരണം ഉണ്ടാക്കുന്ന ഒബ്സ്ട്രക്ഷൻ ഈ വെള്ളത്തിൻ്റെ ലെവൽ ഉയർത്താൻ കാരണമാവും. ബ്രിഡ്ജിൻ്റെ അപ്സ്ട്രീം സൈഡിൽ വെള്ളത്തിന് ഡെപ്തിൽ വരുന്ന ഉയർച്ചക്കാണ് അഫ്ലക്സ് എന്ന് പറയുന്നത്. ദ സഡൻ റൈസ് ഓർ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ ലെവൽ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ബ്രിഡ്ജ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ബ്രിഡ്ജ്. ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന തടസ്സം കാരണം ബ്രിഡ്ജിൻ്റെ അപ്സ്ട്രീം സൈഡിൽ വരുന്ന വാട്ടർ ഡെപ്തിലുള്ള, വാട്ടർ ലെവലിൽ വരുന്ന ഉയർച്ചയ്ക്ക് പറയുന്ന പേരാണ് അഫ്ലെക്സ്. വിത്ത് നീറ്റ് സ്കെച്ച് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഒരു 6 മാർക്കിനാണ് അഫ്ലെക്സ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ ഡെഫിനിഷനും സ്കെച്ചും അതിൻ്റെ ചെറിയ ഡിസഡ്വാൻറ്റേജസും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ തന്നെ ധാരാളമാണ്. സോ ഈ സ്കെച്ച് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് വരച്ച് നോക്കി പഠിക്കുക തന്നെ വേണം. അഫ്ലെക്സ് ഷുഡ് ബി കെപ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ. ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അഫ്ലെക്സ് പരമാവധി മിനിമം എത്തുന്ന രീതിയിൽ വേണം നമുക്ക് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യാൻ. ബിക്കോസ് അഫ്ലെക്സ് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് വിച്ച് ഇൻക്രീസ് ദ സ്കോറിംഗ് എഫക്റ്റ്. അഫ്ലെക്സ് കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കൂടുകയും അതുവഴി റിവറിൽ മണ്ണ് കുത്തിയൊലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ണ് റിവറിൽ നിന്ന് ഒരുപാട് കുത്തിയൊലിച്ച് പോകുന്നത് പിയറിൻ്റെ സ്റ്റെബിലിറ്റി എല്ലാം ബാധിക്കും, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്റ്റെബിലിറ്റി എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ അഫ്ലെക്സ് നമ്മൾ എപ്പോഴും മിനിമത്തിൽ കീപ്പ് ചെയ്യണം. അഫ്ലെക്സ് ഓൾസോ ഇൻക്രീസസ് ദ ഹൈറ്റ് ഓഫ് പിയർ. അഫ്ലെക്സ് കാരണം വെള്ളത്തിൻ്റെ ടോട്ടൽ ലെവൽ കൂടുമ്പോൾ പിയറിൻ്റെ ഹൈറ്റും നമുക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഇറ്റ് നെസസിറ്റേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ഓഫ് ബാങ്ക്. വെള്ളത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ഒബ്വിയസ്ലി എംബാങ്ക്മെൻറ്റുകളുടെയും തീരങ്ങളുടെയും ഉയർച്ച നിർബന്ധമായിരിക്കും. അവരുടെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ്. ഇറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് റിവർ ട്രെയിനിങ് വർക്ക്സ് ഓർ റിവർ പ്രൊട്ടക്റ്റീവ് വർക്ക്സ്. റിവറിന് കുറുകെ നമ്മൾ നിർമ്മിക്കുന്ന ബണ്ടുകൾ, വെയറുകൾ പോലത്തെ കനാൽ ഹെഡ് വർക്ക്സ് ഒക്കെ, അവയുടെ എല്ലാം ആ ഒരു കൺസ്ട്രക്ഷൻ ലെവൽ അത് പോരാതെ വരും, അത് വീണ്ടും ഉയർത്തേണ്ടി വരും. It causes submergence of land.
ചില പ്രദേശങ്ങൾ, താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. സോ അഫ്ലക്സ് മിനിമം നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ബ്രിഡ്ജിൻ്റെ സ്പാനുകളും പിയറുകളും എല്ലാം ഡിസൈൻ ചെയ്യാൻ. ഡിഫൈൻ ദ ടേം എക്കണോമിക് സ്പാൻ. എക്കണോമിക് സ്പാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിത്രത്തിൽ നമുക്ക് ടോട്ടൽ സ്പാനും ക്ലിയർ സ്പാനും വിസിബിൾ ആണ്. ടോട്ടൽ സ്പാനിൽ നിന്നും അബട്ട്മെൻറ്റിലോട്ടുള്ള ബെയറിംഗ്, അബട്ട്മെൻറ്റിലോട്ട് കയറി നിൽക്കുന്ന ആ ഭാഗത്തെ റിമൂവ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ക്ലിയർ സ്പാൻ കിട്ടും. രണ്ട് പിയറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്ലിയർ സ്പാൻ എന്ന് വിളിക്കുന്നത്. അതല്ലെങ്കിൽ അബട്ട്മെൻറ്റും പിയറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ക്ലിയർ സ്പാൻ എന്ന് വിളിക്കുന്നത്. ഈ ക്ലിയർ സ്പാൻ എല്ലായിടത്തും ഈക്വൽ ആയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് പണിയുക. ഫോർ എക്സാമ്പിൾ നമ്മളൊന്ന് ആലോചിക്കുക, 200 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യണം. വേണമെങ്കിൽ നമുക്കത് 20 മീറ്റർ നീളമുള്ള 10 സ്പാൻസ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. 10 മീറ്റർ നീളമുള്ള 20 സ്പാൻസ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. 40 മീറ്റർ നീളമുള്ള 5 സ്പാൻസ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എത്ര സ്പാൻസ് ആയിട്ടാണ്, എത്ര ക്ലിയർ സ്പാൻ ലെങ്ത് ആണ് അതിന് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്താണ് എക്കണോമിക് സ്പാൻ എന്ന ടേമിൻ്റെ പ്രസക്തി. ആലോചിച്ച് നോക്കിയാൽ ഈ ക്ലിയർ സ്പാൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പിയേഴ്സിൻ്റെ എണ്ണം കുറക്കാൻ പറ്റും. പക്ഷേ ക്ലിയർ സ്പാൻ കൂടുമ്പം ബീമിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബീമിൻ്റെ ഡെപ്തിനെ നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ ക്ലിയർ സ്പാൻ ഒരു പരിധി വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ ബീമിൻ്റെ ഡെപ്ത് കൂടുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നഷ്ടമായിട്ട് വരും. അതേസമയം ക്ലിയർ സ്പാൻ കുറച്ചാലോ? ക്ലിയർ സ്പാൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ബീം കുറക്കാം, പക്ഷേ നമ്പർ ഓഫ് പിയേഴ്സ് കൂടും. അപ്പോഴും നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ എക്കണോമിക് സ്പാൻ എന്ന് വെച്ചാൽ ഏതൊരു സ്പാനിലാണോ നമുക്ക് മിനിമം നമ്പേഴ്സ് ഓഫ് പിയേഴ്സ് കൊടുത്തുകൊണ്ട് മാക്സിമം സ്റ്റേബിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, മിനിമം ഡെപ്ത് ഉള്ള, മാക്സിമം ക്ലിയർ സ്പാനുള്ള ബീം ഉണ്ടാക്കാൻ പറ്റുക, അതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് സ്പാൻ. കോസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ലെങ്ത് ഓഫ് സ്പാൻ. ബ്രിഡ്ജിൻ്റെ സ്പാൻ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് നമുക്ക് കനം കുറഞ്ഞ, ഡെപ്ത് കുറഞ്ഞ ബീമുകൾ വെച്ച് നമുക്ക് സ്പാനുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ സ്പാൻ ലെങ്ത് കുറയുമ്പം നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയും. ബട്ട് ആഫ്റ്റർ എ സർട്ടൺ വാല്യൂ, ആസ് സ്പാൻ ഡിക്രീസസ് ദ നമ്പർ ഓഫ് സ്പാൻസ് ഇൻക്രീസസ്. സ്പാനിൻ്റെ നീളം, സ്പാൻ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സ്പാൻസ് കൂടും, നമ്പർ ഓഫ് പീസുകൾ കൂടും, നമ്പർ ഓഫ് പിയേഴ്സും കൂടും, ആൻഡ് ദ കോസ്റ്റ് ഇൻക്രീസസ്. നമ്മൾ നേരത്തെ പിക്ചറിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ദ എക്കണോമിക് സ്പാൻ റെപ്രസെൻറ്റ്സ് ദ സ്പാൻ ലെങ്ത് ഓഫ് എ ബ്രിഡ്ജ് ഇൻ വിച്ച് ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് മിനിമം. എക്കണോമിക് സ്പാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്ന രീതിയിൽ എത്ര സ്പാൻ ലെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിന് പറയുന്ന പേരാണ് എക്കണോമിക് സ്പാൻ. വാട്ട് ഈസ് മീൻ ബൈ വാട്ടർവേ? The natural area of flow of water is called natural waterway. ഇതിൽ ഏറ്റവും അടിയത്തെ സെൻറ്റൻസ് ആണ് വായിച്ചത്. അതായത് ഒരു റിവറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ വിച്ച് ദ വാട്ടർ ഈസ് ഫ്ലോയിങ്, എത്ര ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്, അതിന് പറയുന്ന പേരാണ് നാച്ചുറൽ വാട്ടർവേ. നമ്മൾ ആ വാട്ടർവേക്ക് കുറുകെ ആ ക്രോസ് സെക്ഷനിൽ ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ നാച്ചുറൽ വാട്ടർവേ ചുരുങ്ങുന്നു. നമ്മൾ അതിനിടയിൽ പിയറുകളും അബട്ട്മെൻറ്റുകളും എല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പം അതിന് ഫ്ലോ ചെയ്യാനുള്ള ഏരിയ ചുരുങ്ങുകയാണ്. സോ നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മളുണ്ടാക്കിയ പിയറുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ എത്ര ഏരിയ അവൈലബിൾ ആണ്, അതിന് വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് വാട്ടർവേ or artificial waterway. The area through which the water flows under the bridge is known as waterway of the bridge or artificial waterway. ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തു കൂടെ വെള്ളം ഒഴുകാൻ എത്ര ഏരിയ ഉണ്ട്, എത്ര ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട് എന്നതിന് പറയുന്ന പേരാണ് വാട്ടർവേ ഓഫ് ദ ബ്രിഡ്ജ്. ഇറ്റ് ഷുഡ് ബി സഫീഷ്യൻറ്റ് ഇനഫ് ടു പാസ് വാട്ടർ വിതൗട്ട് കോസിങ് എക്സസീവ് വെലോസിറ്റി ആൻഡ് സ്കോറിങ്. ഇപ്പോൾ നാച്ചുറൽ വാട്ടർവേനോട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങൾ ബ്രിഡ്ജ് വാട്ടർവേക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം, ഒരു പൈപ്പിലൂടെ വെള്ളം വരുമ്പോൾ നമ്മളത് ഒരു ഭാഗം പൊത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും? വെള്ളം അതിലൂടെ നല്ല വെലോസിറ്റിയിൽ ദൂരത്തോട്ട് തെറിച്ചു പോകും. അതേപോലെ നാച്ചുറൽ വാട്ടർവേനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ നമ്മൾ ബ്രിഡ്ജ് വഴി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടും, അതുവഴി സ്കോറിങ് കൂടും, മണ്ണ് കുത്തിയൊലിച്ചു പോവും, ബ്രിഡ്ജിൻ്റെ സ്റ്റെബിലിറ്റിയെ തന്നെ അത് ബാധിക്കും. സോ waterway should be sufficient enough for the effective flow of
for the effective flow of water without having excessive velocity. വെലോസിറ്റി ഒരു പരിധിയിലധികം കൂടാതെ അതിന് അടിയിലൂടെ വെള്ളം ഒലിച്ചു പോകാൻ മാത്രമുള്ള ഏരിയ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. വെലോസിറ്റി വാട്ടർ വേ റിക്വയർഡ് ഈക്വൽ ടു മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ സേഫ് പെർമിസിബിൾ വെലോസിറ്റി. മാക്സിമം ഡിസ്ചാർജിനെ സേഫ് പെർമിസിബിൾ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ വേ ആയിട്ട് എത്ര കൊടുക്കണം, എത്ര ഏരിയ നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെ വാട്ടർ വേ ആയി കൊടുക്കണമെന്ന് നമുക്ക് കിട്ടും. സേഫ് പെർമിസിബിൾ വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പുഴയിലെ റിവർ ബെഡിന് അതിൻ്റെ മുകളിലൂടെ സേഫായിട്ട് പരമാവധി എത്ര വേഗതയിൽ വെള്ളത്തിന് ഫ്ലോ ചെയ്യാം എന്നതിനെ പറയുന്ന പേരാണ് സേഫ് പെർമിസിബിൾ വെലോസിറ്റി വിതൗട്ട് ഹാവിങ് എക്സസീവ് സ്കോറിങ്. മണ്ണ് കുത്തിയൊലിക്കാതെ എത്ര വേഗതയിൽ, എത്ര പരമാവധി വേഗതയിൽ വെള്ളത്തിന് അതിലൂടെ ഒലിച്ചു പോകാമെന്നതിനെയാണ് സേഫ് പെർമിസിബിൾ വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ റിവർ ബെഡിൻ്റെ സോയിലിൻ്റെയും അവിടുത്തെ മറ്റ് റിവർ ബെഡിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. സോ സേഫ് പെർമിസിബിൾ വെലോസിറ്റി മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജിനെ സേഫ് പെർമിസിബിൾ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വേ റിക്വയർഡ് അണ്ടർ ദ ബ്രിഡ്ജ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. സോ വാട്ടർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രെയിനിന്, ആ ഒരു റിവറിന് ഒലിച്ചു പോകാൻ കിട്ടുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നാച്ചുറൽ വാട്ടർ വേ, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളതും. വാട്ടർ വേ ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തുകൂടെ ഒലിച്ചു പോകാൻ അതിന് എത്ര ക്രോസ് സെക്ഷണൽ ഏരിയ അവൈലബിൾ ആണ് എന്നതിനെയാണ് വാട്ടർ വേ ഓഫ് ദ ബ്രിഡ്ജ് ഓർ ആർട്ടിഫിഷ്യൽ വാട്ടർ വേ എന്ന് പറയുന്നത്. ഈ വീഡിയോയോട് കൂടിയിട്ട് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ തീരുകയാണ്. നമുക്ക് പുതിയ വിഷയവുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.